ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് പുതിയ വേദി കണ്ടെത്താൻ നിർദ്ദേശിച്ച് ഷാർജ ഭരണാധികാരി 18 ലക്ഷത്തിലധികം പേരാണ് ഇത്തവണ മേളയ്ക്കെത്തിയത്. 600-ലധികം പുസ്തകങ്ങൾ ഇത്തവണ പ്രകാശനം ചെയ്തു. പുസ്തകമേളയിൽ എത്തുന്ന ആളുകളുടെ പങ്കാളിത്തം ഓരോ വർഷവും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ വേദി കണ്ടെത്താൻ ഷാർജ ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നിർദ്ദേശം. എമിറേറ്റ്സ് റോഡിൽ ഷാർജ പള്ളിക്ക് എതിർവശത്തായി പുസ്തകോത്സവത്തിന് സ്ഥിരം വേദി കണ്ടെത്തണമെന്നാണ് ഭരണാധികാരി നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 18 ലക്ഷത്തിലധികം ആളുകളാണ് ഇത്തവണ ഷാർജ പുസ്തകമേള സന്ദർശിക്കാനെത്തിയത്. സന്ദർശകരിൽ കൂടുതൽ ആളുകളും ഇന്ത്യക്കാരാണ്. സിറിയ, ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെയും വലിയ പങ്കാളിത്തമാണ് ഇത്തവണ ഉണ്ടായത്. സന്ദർശകരിൽ 53% പുരുഷന്മാരും 46% വനിതകളുമായിരുന്നു. 600-ലധികം പുസ്തകങ്ങളാണ് ഇത്തവണ മേളയിൽ പുറത്തിറക്കിയതെന്ന് ബുക്ക് അതോറിറ്റി വ്യക്തമാക്കി. ഇതിൽ മലയാളി എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് ഭൂരിഭാഗവും എന്നതാണ് പ്രത്യേകത. പുസ്തകമേളയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നടന്നത്. 112 രാജ്യങ്ങളിലെ 2520 പ്രസാധകരാണ് ഇത്തവണ പുസ്തകമേളയിൽ പങ്കെടുക്കാനെത്തിയത്. മേളയിലെ വിവിധ ഹാളുകളിലായി 1357 സാംസ്കാരിക പരിപാടികളും ഇത്തവണ അരങ്ങേറി. കാവ്യസന്ധ്യ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പരിപാടികളും ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയായിരുന്നു. ഇന്ത്യൻ സംഗീത ഇതിഹാസം ഇളയരാജ, തമിഴ് മലയാള എഴുത്തുകാരൻ ബി ജയമോഹൻ, ചേതൻ ഭഗത്, അഖിൽ പി ധർമ്മജൻ, ബോളിവുഡ് നടി ഹുമ ഖുറേഷി തുടങ്ങിയ പ്രമുഖരും ഇത്തവണ മേളയ്ക്കെത്തിയിരുന്നു. 24 ദുബായ്.